ഹായ് ഓൾ, മൈസെൽഫ് സൗമ്യ ജിദ്ദീൻ. സ്പെക്ട്ര വെഞ്ചേഴ്സിൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വടക്കുംചേരിയിൽ മമ്പാട് പുഴയ്ക്കൽ ഹൗസ് ഷിജിൻ സാറിൻ്റെ വീടിൻ്റെ ഇൻ്റീരിയർ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് ഇൻ്റീരിയർ വിശേഷങ്ങളിലേക്ക് പോവാം. നമുക്ക് ആദ്യം സിറ്റ് ഔട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു പ്ലസൻറ്റ് ഫീലിംഗ് കിട്ടുന്ന രീതിയിലാണ് അവിടുത്തെ സിറ്റ് ഔട്ട് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ സീലിങ്ങിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ജിപ്സത്തിൽ ഗ്രീൻ ബോർഡ് വെച്ചിട്ടാണ്. കാരണം വെള്ളത്തിൻ്റെ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ അല്ലേ വരിക. അപ്പോൾ ഗ്രീൻ ബോർഡിലാണ് നമ്മൾ സീലിംഗ് ചെയ്തിരിക്കേണ്ട ജിപ്സം. പിന്നെ ആ ഏരിയ ഒന്ന് പ്ലെയിൻ ആയതുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2 പാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വുഡൻ്റെ ചെറിയ 2 പ്ലാങ്ക് കൊടുത്തിട്ട് നമ്മൾ ആ ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നമ്മൾ നാച്ചുറലായിട്ടുള്ള വെന്റിലേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ഫാമിലി ഫോർമൽ ലിവിങ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ടി വി യൂണിറ്റ് തന്നെയാണ്. ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ആണ്. അപ് ടു സീലിംഗ് ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് താഴത്തെ ബോക്സ് വർക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ്. ബാക്കിലത്തെ വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പാനലിലേക്ക് നമ്മൾ WPCയുടെ ലൂവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ബാംബു ചാർക്കോൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം അത് അവിടുത്തെ ഏരിയാസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡൻ്റെ സ്ട്രിപ്പ് വെച്ചിട്ട് ഡിസൈൻ പാറ്റേൺ സെറ്റ് ചെയ്തിട്ട് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ സീലിംഗ് ഹൈറ്റിലേക്ക് തന്നെ നമുക്ക് ഓപ്പൺ ബോക്സസ് കൊടുത്തിട്ട് അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പൺ ഷെൽഫ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള ഫുൾ സീലിംഗ് ഹൈറ്റിലാണ് നമ്മൾ ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വോളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റേർഡ് ഫിനിഷ് ആയിട്ടുള്ള വാൾ പേപ്പറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സീലിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് ഫോളോ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ വുഡൻ്റെ പാറ്റേൺസും കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വുഡൻ്റെ ഒരു CNC പാറ്റേൺ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിവിങ്ങിൽ ഫോർമൽ ലിവിങ്, ഫാമിലി ലിവിങ്ങിൽ അതുപോലെ സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ലിവിങ്ങിൽ നിന്ന് ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നേരെ പോകുന്നത് നമ്മളുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ ഈ 2 ഏരിയയിലും നമുക്ക് 2 പാർട്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ബോത്ത് സൈഡിലും റൈറ്റിലും ലെഫ്റ്റിലും പാർട്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ടീഷൻസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിൽ അതേപോലെ തന്നെ ഫ്ലൂട്ടഡ് ഗ്ലാസ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൗണ്ട് മിറർ പാറ്റേൺസ് യൂസ് ചെയ്തിട്ട് 2 ഏരിയയും സെയിം ഏരിയയിൽ ഇവിടെയും റൗണ്ട് മിറേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഏരിയ ബ്യൂട്ടിഫുൾ ആയിട്ട് എലഗൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ആഫ്റ്റർ വർക്കിലും അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 2 പാർട്ടീഷൻസ്, സീലിംഗ്, ലെങ്തി ആയിട്ടുള്ള നമ്മളുടെ ടി വി യൂണിറ്റ്, അത് കഴിഞ്ഞ് നമ്മൾ പോണത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ സീലിംഗ് തന്നെയാണ്. സീലിങ്ങിൽ നമുക്ക് പ്ലെയിൻ ജിപ്സം സീലിങ്ങിലേക്ക് പ്രൊഫൈൽ ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പാനൽ ലൈറ്റ് ഉണ്ട്. അതുപോലെ ഒപ്പം തന്നെ നമ്മൾ WPCയുടെ ലൂവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ലൂവേഴ്സിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിനിഷസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു 6 സീറ്റർ ചെയർ വിത്ത് ഡൈനിങ് ടേബിൾ, പിന്നെ സ്റ്റെയർ ഡൗൺ ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിൽ ഡോർ വിത്ത് ഫ്രെയിമിൽ ആ ഒരു ഏരിയ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്കിനി നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയൊരു പാഷ്യോ ഏരിയ തന്നെയാണ്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സിറ്റിംഗ് സ്പേസ് വിത്ത് ചെറിയൊരു ക്യൂരിയോസ് ഇതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കോമൺ വാഷ് ഏരിയയിലേക്കാണ്. കോമൺ വാഷ് ഇവിടെ വാട്ടർ ക്യാബിനറ്റിലേക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് WPC ആണ്. കാരണം വെള്ളം ഉപയോഗിക്കുന്ന എല്ലാ ഏരിയാസിലും നമ്മൾ WPCയിൽ തന്നെയാണ് ബോക്സ് വർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് വോള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ടൈലും പ്ലസ് WPCയുടെ ഒരു ലൂവർ പാറ്റേൺ, പിന്നെ സ്ക്വയർ
പാറ്റേണിൽ നമ്മളൊരു മിററിൻ്റെ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിൽ നമ്മളുടെ ലിവിങ്, ഫോർമൽ ലിവിങ്, ഡൈനിങ് ഏരിയ, പിന്നെ ഈ ഒരു ഏരിയയിൽ വേറെ നമുക്കൊരു ഫോൾഡബിൾ ടൈപ്പ് നമ്മളൊരു ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊരു വീടിൻ്റെയും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ കിച്ചൺ തന്നെയാണ്. ഇവിടെ നമുക്ക് ഓപ്പൺ കിച്ചണാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആർക്ക് ഡ്രൈവ് പാനൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ബോക്സ് കൊടുത്ത് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്ക് ഡ്രൈവിൽ നിന്ന് തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്, ഹാങ്ങിങ് ലൈറ്റും കൊടുത്ത് ആ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ റിക്വയർമെൻറ്റ്സും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണിത്. ഇവിടെ നമുക്ക് കട്ട്ലറി, പ്ലെയിൻ ബാസ്ക്കറ്റ്, പ്ലേറ്റ്, അതായത് എല്ലാം ടാൻഡം ആക്സസറീസ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ റോളിംഗ് ഷട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ബോട്ടിൽ പുൾ ഔട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹുഡ് ആൻഡ് ഹോബ്, പിന്നെ നമുക്ക് ഡിഷ് വാഷറിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബേസ് മെറ്റീരിയലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിലാണ് നമ്മൾ ഹൈ ഗ്ലോസി ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വോൾ ടൈല് ഗ്രാനൈറ്റിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ടൈല് സെലക്ട് ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പ്രൊഫൈൽ ഹാൻഡിലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മൊത്തത്തിൽ ഈ ഏരിയ സിംഗിൾ കളർ പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നതെങ്കിൽ കൂടി നമുക്ക് ആ ഒരു വുഡൻ്റെ ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെഡർ പോർഷൻസ് ഒക്കെ നമ്മൾ വുഡൻ്റെ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിൽ തന്നെ നമ്മൾ ആ ഒരു ഹെഡർ പോർഷൻ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു സിംഗിൾ കളർ പാറ്റേണിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിച്ചണാണ്. അപ്പോൾ നമ്മൾ ലിവിങ്, ഫോർമൽ ലിവിങ്, ഫാമിലി ലിവിങ്, ഡൈനിങ്, കിച്ചണൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണുകൾ പോകുന്നത് വാർഡ്രോബ് സ്പേസസിലേക്ക് തന്നെയാണ്. ലെങ്തി ആയിട്ടുള്ളൊരു വാർഡ്രോബാണ് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ 3 ഡോറ് വാർഡ്രോബ്, അതേപോലെ തന്നെ വിൻഡോ സീറ്റിംഗ് ഏരിയ, അതേപോലെ തന്നെ ഡ്രസ്സിങ് യൂണിറ്റ്, യൂസ്ഡ് ക്ലോത്തിനുള്ള പ്രൊവിഷൻ, അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ഏരിയയിൽ നമ്മളുടെ ഒരു ബെഡ്റൂമിലേക്ക് വേണ്ട എല്ലാ റിക്വയർമെൻറ്റ്സും ഉൾക്കൊള്ളിച്ചിട്ട് ഒറ്റ ഒരു ഏരിയയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു വർക്കിംഗ് സ്പേസ് പോലൊരു ടേബിള് സെറ്റ് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിൻ്റെ പാറ്റേണിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്ലെയിൻ സീലിംഗ് ആണ്. പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിങ്ങിൽ വുഡൻ്റെ ഡിസൈൻസ് കൊടുത്തിട്ട് ആ ഒരു സീലിംഗ് ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വോളാണ്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. സർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിൻഡോ എനിക്കത് ഫിക്സഡായിട്ട് ഫുള്ള് അടച്ച് കളയാനും പറ്റില്ല. വിൻഡോ ആക്സസ് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് വിൻഡോ ആക്സസ് ചെയ്യാനും പറ്റണം. എന്നാൽ എനിക്ക് ആ ബാക്കിലത്തെ ഫുൾ വോള് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിൻഡോ ഏരിയ എന്ന് പറയുന്നത് ബാക്ക് പാനലും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കിങ് സൈസ് ബെഡ് കോട്ടാണ്. ബെഡ് കോട്ട് വിത്ത് സൈഡ് ടേബിൾ, 2 സൈഡ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് ഉണ്ട്. ഹെഡ് റെസ്റ്റ് വോൾ ടു വോൾ നമ്മളത് പാനൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഓൾ ടുഗെദർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ്. വുഡൻ്റെ കളർ കോമ്പിനേഷൻ ഒരു സിംഗിൾ വുഡ് കളർ പാറ്റേൺ ആണ് നമ്മളിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. എല്ലാം ലിവിങ് ആയിക്കോട്ടെ, ഡൈനിങ് ആയിക്കോട്ടെ, കിച്ചൺ ആയിക്കോട്ടെ, ബെഡ്റൂംസ് ആയിക്കോട്ടെ, എല്ലാ ഏരിയയിലും ഒരു സിംഗിൾ കളർ പാറ്റേൺ, വുഡൻ കളറും അതേപോലെ തന്നെ നമ്മളുടെ ഗ്രീൻ കളറാണെന്നുണ്ടെങ്കിലും മാച്ചിങ് ആയിട്ട്. പക്ഷേ ഫിനിഷസിൽ വ്യത്യാസമുണ്ട്. കിച്ചണിൽ നമ്മൾ ഹൈ ഗ്ലോസിയാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ സ്യൂട്ട് ഫിനിഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വിത്ത് വുഡൻ്റെ കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡിൽ പാറ്റേണിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ഹാൻഡിലാണ്. പിന്നെ നോബ്സ് കൊടുത്തിട്ട് അത് ചെറിയ ഡ്രോവേഴ്സിനൊക്കെ നമ്മൾ നോബാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബേ വിൻഡോ ആണ്. ബേ വിൻഡോയിൽ നമുക്ക് സിറ്റിംഗ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം, റിലാക്സ് ആയിട്ട് ഇരിക്കാം, റീഡ് ചെയ്യാം, പിന്നെ മ്യൂസിക്കൊക്കെ കേട്ട് അടിപൊളിയായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയ ആണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പേരൻസിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം.
ഇത് ഈ വീടിൻ്റെ പേരൻസ് ബെഡ്റൂമാണ്. ഇവിടുത്തെ വാർഡ്രോബിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 ഡോർ വാർഡ്രോബാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഡ്രസ്സിങ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ സീലിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ട്രൂ സീലിംഗിൽ തന്നെയാണ് ലൈറ്റ് പോയിന്റ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്റീരിയർ ഇനീഷ്യലി പ്ലാൻ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആണ് സീലിംഗ് ഒഴിവാക്കേണ്ട, ജിപ്സം സീലിംഗ് നമുക്ക് ചെയ്യേണ്ട എന്നുള്ള സ്ഥലങ്ങൾ നമുക്ക് ഒഴിവാക്കിയിട്ട് എന്നാൽ ബെഡ്റൂമിലേക്കുള്ള ലൈറ്റിങ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൂ സീലിംഗിൽ തന്നെ ലൈറ്റ് പോയിന്റ്സ് കോൺക്രീറ്റിങ്ങിൻ്റെ സമയത്ത് തന്നെ നമുക്ക് ഇട്ട് പോകാൻ പറ്റും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ട്രൂ സീലിംഗിൽ തന്നെയാണ് ലൈറ്റ് പോയിന്റ്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ബെഡ് കോട്ടാണ്. ഇവിടെ ഒരു ക്യൂൺ സൈസാണ്, ക്യൂൺ സൈസ് ബെഡ് കോട്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1 സൈഡ് ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വോള് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ വോള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വെയിൻസ്കോട്ട് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് 4 ഡോർ വാർഡ്രോബ് വിത്ത് ഡ്രസ്സിങ് യൂണിറ്റ്, അതേപോലെ തന്നെ ക്യൂൺ സൈസ് ആയിട്ടുള്ള ഒരു ബെഡ് കോട്ട്, സൈഡ് ടേബിൾ, പിന്നെ ബാക്കിലത്തെ വോള് ചെറിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ട്രൂ സീലിംഗിൽ നിന്നാണ് ഇവിടുന്ന് ലൈറ്റ് പോയിന്റ്സ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അപ്പർ ലിവിങ്ങിലത്തെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ ഹാൻഡ് റെയിൽ കുറച്ച് ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ഡിസൈനാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പർ ലിവിങ്ങിലത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പർ ലിവിങ്ങിലേക്ക് കയറി വരുമ്പോൾ വളരെ വിശാലമായിട്ടുള്ളൊരു സിറ്റിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു വർക്കിംഗ് ടേബിള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് ടേബിള് വിത്ത് ലെഡ്ജ് വർക്കായിട്ട് നമുക്ക് ഈ ഏരിയയിൽ ഇരുന്ന് വളരെ സ്വസ്ഥമായിട്ട് വർക്ക് അറ്റ് ഹോം ചെയ്യുന്നവർക്കൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ രീതിയിലാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്പർ ലിവിങ്ങിലുള്ള ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമുക്ക് ബെഡ്റൂമിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 3 ഡോറാണ്, 3 ഡോർ വാർഡ്രോബ് വിത്ത് ഡ്രസ്സിങ് യൂണിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മിറർ പാറ്റേൺ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് മിറർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബെഡ് കോട്ട്, സൈഡ് ടേബിള്, പിന്നെ ബാക്കിലത്തെ വോൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാൾപേപ്പറാണ്, ടെക്സ്റ്റേർഡ് ടൈപ്പുള്ള വാൾപേപ്പറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സീലിങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിങ്, അതിനോടൊപ്പം തന്നെ നമുക്ക് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിൽ വുഡൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ബാക്ക് വോൾ ഹൈലൈറ്റിങ്ങിൽ കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ലെഡ്ജ് വർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഏരിയ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ബെഡ് കോട്ട്, സൈഡ് ടേബിൾസ്, അതുപോലെ തന്നെ ബാക്കിലുള്ള പാനലിങ്, ലെഡ്ജ് വർക്ക്, അതുപോലെ തന്നെ നമുക്ക് 3 ഡോർ വാർഡ്രോബ് വിത്ത് ഡ്രസ്സിങ് യൂണിറ്റ്, സീലിംഗ്, അതേപോലെ വുഡിൻ്റെ പാറ്റേൺസ്. അപ്പർ ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയയിലേക്കാണ്. മഴയൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരുന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. പിന്നെ ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഫുൾ പച്ചപ്പായ കാരണം നല്ല ഭംഗിയുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഉള്ള വ്യൂ. അപ്പോൾ നമുക്ക് ഷിജിൻ സാറിൻ്റെ ഫാമിലിയെ പരിചയപ്പെടാം. സാറ് ഷിജിൻ സാറ്, അമ്മ ചെല്ലക്കുട്ടി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ ഫസ്റ്റ് വീടിൻ്റെ ഇൻറ്റീരിയർ എല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇൻറ്റീരിയർ കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഒരു വാവ് ഫീലിംഗ് എന്ന് പറയാം. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു വീട് പണിയാൻ പറ്റിയെന്നുള്ളൊരു സംതൃപ്തി വീട് പണി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, അമ്മയ്ക്ക് എല്ലാ ഏരിയ ഇഷ്ടമായോ? സന്തോഷം. ഓക്കെ. നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും ഒരു ഏരിയ മീൻസ് ചെയ്തുള്ള എല്ലാത്തിലും വെച്ചിട്ട് നന്നായി തോന്നിയിട്ടുള്ളത് ഏത് ഭാഗം? നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഗവും നമുക്ക് പ്രിയപ്പെട്ട തന്നെയാണ്. പക്ഷേ നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോൾ ഫസ്റ്റ് TV യൂണിറ്റ് തന്നെ അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. അത് ഡിസൈനിങ്ങിൻ്റെ സമയത്ത് സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ടീഷൻസിൻ്റെ കേസും നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഫൈനലിലേക്ക് വന്നത്. എക്സ്പീരിയൻസിൽ ഇപ്പോൾ പാർട്ടീഷൻസ് ഒക്കെ ഇങ്ങനെ ഒരു ഇപ്പോൾ മിററിൻ്റെ ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇതാ. നല്ല ഭംഗിയായിട്ടുണ്ട്, വീട് മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. അതിൽ മിറർ പാറ്റേണും അതേപോലെ നമ്മൾ ഫ്ലൂട്ടഡ് ഗ്ലാസും ഒക്കെ ക്ലബ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട്
ചെയ്തപ്പോൾ നല്ല ഭംഗിയുടെ ഡിസൈൻ ചെയ്തപ്പോൾ ഓക്കെ ആയിരുന്നു. പക്ഷെ അത് വർക്ക് കഴിഞ്ഞ് വന്നപ്പം കുറച്ചും കൂടി നല്ല ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അന്ന് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ഡിസൈൻ തന്നെ നമ്മൾ പലവട്ടം മാറ്റി മാറ്റി ചെയ്തതിന് ശേഷമാണ് ഈ ഫൈനൽ ഈ എത്തിയത്. അതും പലവട്ടം മാറ്റിയതിൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും കൂടെ നിന്നു എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം. ചിലപ്പോൾ അതിലെന്തെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ മിസ്റ്റേക്ക് വന്നാലും ചിലപ്പോൾ നമുക്ക് വിചാരിച്ച ഔട്ട്പുട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷെ 1-2 വട്ടം മാറ്റി എന്നാണ് എൻ്റെ ഓർമ്മയിൽ. ആദ്യം ചെയ്ത് പിന്നെ അത് ഓക്കെ എന്ന് പറഞ്ഞു, പിന്നെയും രണ്ടാമതും ചെയ്തു, വീണ്ടും റീവർക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ വന്നു. പക്ഷേ നമുക്ക് ഔട്ട് വന്നപ്പോൾ അതിൻ്റെ 100% റിസൾട്ട് നമുക്കതിൽ തൃപ്തിയാണ്. സാർ എങ്ങനെയാണ് സ്പെക്ട്ര വെഞ്ചറിലേക്ക് കണക്ട് ആവണേ? ഏത് മീഡിയ ആണ്? സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം ത്രൂ ആണോ, ഞാൻ ഫേസ്ബുക്ക് ആണോ? ആദ്യമായിട്ട് വീട് പണീൻ്റെ നമ്മളൊരു പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തു. കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൂടുതൽ വീടിൻ്റെ ബാക്കിയുള്ള എല്ലാം പോലെ തന്നെ അതിനേക്കാൾ കുറച്ചും കൂടെ ബ്യൂട്ടിഫിക്കേഷൻ കൂടുതൽ ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൂടുതൽ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഇതെല്ലാം സെർച്ച് ചെയ്തപ്പോൾ ഒത്തിരി കൊട്ടേഷൻ എടുത്തിരുന്നു. അപ്പോൾ അതിൽ യാദൃശ്യമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളുടെ വീഡിയോ ഉണ്ട്, സ്പെക്ട്രയുടെ വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻക്വയറിക്ക് വേണ്ടി മെസ്സേജ് ഇട്ടു, റിപ്ലൈ തന്നു. മറ്റുള്ളതിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയത് നിങ്ങളുടെ ടീം അല്ലെങ്കിൽ നിങ്ങളാണെങ്കിലും നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് നിങ്ങൾ തന്നെയായിരുന്നു. നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് അതാണ് നമ്മളെ കൂടുതൽ കുറച്ചും കൂടെ നിങ്ങളിലേക്ക് എത്തിപ്പെട്ടത്. മറ്റെന്താ വെച്ചാൽ ഒരു സ്റ്റാഫ് അവർ ഡിസിഷൻ പറയും, ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കും, മറ്റുള്ളവർക്ക് ഓക്കെ ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കുറച്ചും കൂടെ ഓക്കെ ആയി തോന്നി. കൊട്ടേഷൻ തന്നു, അതിൽ തന്നെ പല പല രീതിയിലും മാറ്റം വരുത്തി. നമുക്ക് വേണ്ടതുണ്ട് അതെല്ലാം പലവട്ടം മാറ്റി നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ അത് ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരണമല്ലോ. അപ്പം നമ്മൾ ഉദ്ദേശിച്ചൊരു ബഡ്ജറ്റ് ഉണ്ട്. അതിന് പുറത്ത് പോകുമ്പോൾ അതിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ സമീപിച്ചു. നല്ല രീതിയിലുള്ള അപ്രോച്ചായിരുന്നു നമ്മളോടുണ്ടായിരുന്നത്. നമ്മൾ പലവട്ടം പ്ലാനുകൾ മാറ്റുമ്പോഴും അതിനെല്ലാത്തിനും ഒരു എതിർപ്പ് പറയാതെ കൂടെ സപ്പോർട്ട് ചെയ്തു. അതിന് പ്രത്യേക നന്ദിയുണ്ട്. ഇതുപോലെ ആക്കി തന്നതിന്. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഞാൻ കൺസ്ട്രക്ഷൻ നമ്മൾ തറപണി കഴിഞ്ഞ് നമ്മൾ ചുമര് കെട്ടുന്ന ആ ഒരു സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇൻറ്റീരിയറിൻ്റെ സെർച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയം തൊട്ട് ഒരു 2 മാസത്തിനകത്ത് തന്നെ ഇൻറ്റീരിയറിൻ്റെ ഒരു ഫൈനൽ കൊട്ടേഷൻ എടുത്തു തുടങ്ങി. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റേജിൽ തന്നെ സാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കിട്ടിയത് കൊണ്ട് നമ്മൾക്ക് കൂടുതൽ സമയം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെയും ഡിസൈൻ ആണെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിലും അതിന് എല്ലാം ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. അതെ, അതായത് ഫൗണ്ടേഷൻ സ്റ്റേജിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ പോയിന്റുകൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റി. സീലിങ്ങിലുള്ള കാര്യങ്ങൾ നമുക്ക് അതിലെല്ലാം ഡിസ്കഷൻ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് സമയം കിട്ടി. അപ്പം അതുകൊണ്ട് നമുക്ക് അനാവശ്യമായിട്ടുള്ള കുറേ വേസ്റ്റേജ്, അതായത് ഇലക്ട്രിക്കൽ വർക്കിൽ വരുന്ന കുത്തിപ്പൊളിക്കലെല്ലാം ഒഴിവാക്കാൻ കുറേ പറ്റി. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു 1 ഇയറിലുള്ള റേറ്റ് ഹൈക്കും നമുക്ക് അവിടെ ഫ്രീസ് ചെയ്യാൻ പറ്റി. അഡ്വാൻസ് ചെയ്തിട്ട കാരണം 1 കൊല്ലത്ത് നമുക്ക് റേറ്റില് വേരിയേഷൻസ് വരും. അതൊന്നും എഫക്ട് ചെയ്യാണ്ട് ഞങ്ങള് പഴയ റേറ്റിൽ തന്നെ ചെയ്തു തന്നു. നമ്മുടെ ബഡ്ജറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അത് സാർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസേൺ. അപ്പൊ മാക്സിമം ഭംഗിയായിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റി ബഡ്ജറ്റിനുള്ളിൽ തന്നെ. സാർ ഒരുപാട് ഇന്റീരിയേഴ്സിന്റെ കയ്യിൽ നിന്ന് കൊട്ടേഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എന്ത് പോയിന്റ്സ് ആണ് സാറിന്റെ സ്പെക്ട്ര വെഞ്ചേഴ്സിലേക്ക് വരാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ സാറിന് സ്ട്രൈക്ക് ചെയ്ത പോയിന്റ്സ് എന്തൊക്കെയാ? കൊട്ടേഷൻ ഞാൻ വേറെ ഒരുപാട് ഇൻറ്റീരിയർ അവരുമായിട്ട് സംസാരിച്ച് അവരുടെ കൊട്ടേഷനെല്ലാം എടുത്തിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് കൂടുതൽ കുറച്ചും കൂടി കംഫർട്ടായി തോന്നിയത് 25 ഇയേഴ്സ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഡീറ്റെയിൽ കണ്ടു. അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ 25 വർഷത്തേക്കുള്ള സർവീസ് നിങ്ങൾ തരുന്നു പറഞ്ഞു. നമ്മൾ മറ്റു പലരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴും നമുക്ക് ആ ഒരു ടൈം പീരീഡ് വളരെ ചെറിയ കാലയളവിലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനുള്ള ഒരു കാര്യം കൂടെ കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കൂടുതലായിട്ട് തോന്നിയത് 25 വർഷം. ചിലപ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും ചൂസ് ചെയ്താണെങ്കിലും അത് കഴിഞ്ഞ് ഓരോ പാർട്സ് മാറ്റുകയാണെങ്കിലും നമ്മൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് 25 ഇയേഴ്സാണ് നമ്മളുടെ ഗ്യാരണ്ടി
പീരീഡ് വരുന്നത്. ഹാർഡ് വെയേഴ്സിനൊക്കെ ഒരു 10 years ആണ് വരുന്നത്. അത് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ആണ്. അപ്പോൾ അത് സാറിനോട് വ്യക്തമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെക്ട്ര വെഞ്ചറിനെ പറ്റിയിട്ട് എന്താ സാറിൻ്റെ അഭിപ്രായം? നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ ഓക്കെ അല്ലേ? തീർച്ചയായും റെക്കമെൻഡ് ചെയ്യാം. കാരണം ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഹൗസ് വാമിന് വന്ന ഒത്തിരി പേര് നമ്മളുമായിട്ട് എൻക്വയറി ചോദിച്ചിരുന്നു, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവരുമായിട്ട് ഡിസ്കഷൻ നടക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം നമുക്ക് അനാവശ്യമായിട്ടുള്ള കുറേ ചിലവുകൾ കുറയ്ക്കാൻ പറ്റും. ആ പോയിന്റുകളൊക്കെ എവിടെയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവർ പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മൾ പ്ലാനും കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നമ്മൾക്ക് കംഫർട്ടായി ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാനുള്ള സപ്പോർട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് യൂസ് ചെയ്യാൻ പരമാവധി എല്ലാവരും ശ്രമിക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോറിങ്ങും അതേപോലെ തന്നെ ഇവിടുത്തെ പെയിൻറ്റിങ്ങും എല്ലാം കൂടിയിട്ട് ക്ലബ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് എത്തുക. അപ്പോൾ അതിൽ സാറ് ഭയങ്കരമായിട്ട് എന്ത് കാര്യങ്ങൾ സെലക്ഷന് പോകുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മളുടെ അടുത്ത് ചോദിച്ച് ഓക്കെ ആക്കി ടൈം എടുത്തിട്ട് തന്നെയാണ് സാർ അത് ഓരോന്നും ഫൈനൽ ചെയ്തത്. ടൈലിൻ്റെ ആയിക്കോട്ടെ, പെയിൻ്റ് ആയിക്കോട്ടെ, ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാം ഓൾ ടുഗെദർ വരുമ്പോഴാണ് ആ ഒരു വീടിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഭംഗി കിട്ടുക. അതിവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സർ, താങ്ക് യു മാം. അപ്പോൾ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നമ്മളുടെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷനിലേക്ക് പോവാം. ഇത് 2400 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് യൂസ് ചെയ്തിരിക്കുന്ന ബേസ് മെറ്റീരിയൽ പ്ലൈവുഡ് WPC ആണ്. കിച്ചൻ്റെ സിങ്ക് ഏരിയ അതേപോലെ കോമൺ വാഷ് വാനിറ്റീസിലൊക്കെ നമ്മൾ WPC, ബാക്കിയുള്ള ഏരിയാസിലൊക്കെ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ്. അതിൽ ലാമിനേറ്റിൻ്റെ ഷെയ്ഡ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്ലോസിയും അതേപോലെ വുഡൻ്റെയും ഒക്കെ ഒരു മിക്സഡ് ഷെയ്ഡ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫിക്കേഷൻ മെറ്റീരിയൽസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൂട്ടഡ് ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്, മിറേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ WPC പാനൽസ് കൊടുത്തിട്ടുണ്ട്, ബാംബു ചാർക്കോൾ കൊടുത്തിട്ടുണ്ട്, വാൾ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ വെയിൻസ്കോട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു മിക്സ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഇൻറ്റീരിയർ വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ ഇൻസ്റ്റയുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്